റിപ്പോർട്ടറിന്റെ ബ്രേക്കിംഗ് അലാം ശബ്ദിച്ചു കഴിഞ്ഞു. ബ്രേക്കിംഗ് സൈറൺ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് സാനിയോ ആണ് ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗുമായി നിൽക്കുന്നത്. എന്താണെന്ന് നമുക്ക് ചോദിക്കാം. സാനിയോ, എന്തോ ഒരു ബ്രേക്കിംഗ് അലാം മുഴങ്ങിയിട്ടുണ്ടല്ലോ, എന്താണ് ബ്രേക്കിംഗ്? അരുൺ, അതായത് PV അൻവർ MLA കക്കാടംപൊയിലിലെ PVR നാച്ചുറോ പാർക്കിൽ അനധികൃതമായി നിർമ്മിച്ച തടയണ പൊളിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഈ കഴിഞ്ഞ ജനുവരി 31-നാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഹൈക്കോടതി ഇറക്കുന്നത്. അതായത് ഈ PVR പാർക്കിലെ അനധികൃത തടയണ പൊളിച്ചു നീക്കണം എന്നുള്ള ഉത്തരവ് ജനുവരി 31-നാണ് മുൻ നദീതട സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള TV രാജൻ നൽകിയ ഹർജിയിലാണ് ആ ഒരു ഉത്തരവ് വരുന്നത്. എന്നാൽ അത് ഇത്ര കാലമായിട്ടും പൊളിച്ചു നീക്കാൻ യാതൊരു നടപടിയും കൂടരഞ്ഞി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, കഴിഞ്ഞ ജൂലൈ 31-ന് ഈ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കണമെന്നും മഴയും മറ്റ് അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും അന്ന് ഉത്തരവിട്ടിരുന്നു. പക്ഷേ പിന്നീട് അതൊരു മാസം കഴിഞ്ഞിട്ടും അതും പൊളിച്ചു നീക്കാനുള്ള നടപടിയായില്ല. ശേഷം പഞ്ചായത്ത് ടെൻഡർ ക്ഷണിച്ചിരുന്നുവെങ്കിലും ആ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ ആരും എത്തിയില്ല. അതോടുകൂടി പഞ്ചായത്തിനും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ വീണ്ടും റീടെൻഡർ നടപടികളിലേക്ക് പോകാനാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് PV അൻവറിനെ LDF-ൽ നിന്ന് പുറത്താക്കിയെന്ന പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു റീടെൻഡർ നടപടികളിലേക്ക് പോകാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെയൊക്കെ മലപ്പുറം ജില്ലയിലെ ചീങ്കണ്ണിപ്പാലയിലെ കാട്ടരുവി കുറുകെ അൻവർ കെട്ടിയ തടയണ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും അത് അന്ന് പൊളിച്ചു നീക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴും ഈ കൂടരഞ്ഞി പഞ്ചായത്തിൻ്റെ നടപടി, അതായത് മെല്ലെപ്പോക്ക് നടപടി ഏറെ ചോദ്യം ചെയ്യുകയും വിവാദമാവുകയും PV അൻവറിനെതിരെ നിന്നിരുന്ന ചില പരിസ്ഥിതി പ്രവർത്തകരൊക്കെ അതൊരു വലിയ വിഷയമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നൊന്നും അനങ്ങാത്ത ഭരണസമിതിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പുതിയ നീക്കവുമായി വരുന്നത് എന്ന ആരോപണവും ഉണ്ട്. ഏതായാലും ഇപ്പോൾ പുതിയ റീടെൻഡർ വിളിക്കാനാണ് ഹൈക്കോടതി ഉത്തരവ് വരുന്നു. PV അൻവറിന്റെ ഈ കക്കാടംപൊയിലെ നാച്ചുറോ പാർക്കിലെ അനധികൃത തടയണ പൊളിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുന്നു. 8 മാസത്തിനു ശേഷം അതുവരെ അനങ്ങാതിരുന്ന പഞ്ചായത്ത്, കൂടരഞ്ഞി പഞ്ചായത്ത്, ഇപ്പോൾ ഈ PV അൻവർ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ തീരുമാനമെടുക്കുന്നു എന്നതാണ്. ഒരർത്ഥത്തിൽ പ്രതികാര നടപടി എന്ന് വേണമെങ്കിൽ PV അൻവറിന് വ്യാഖ്യാനിക്കാവുന്ന രീതിയിലാണ് നടപടി. പക്ഷേ പഞ്ചായത്ത് സേഫാണ്. പഞ്ചായത്ത് പറയാം, അത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്, ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള പ്രതികാര നടപടിയല്ല. പക്ഷേ മറുചോദ്യമുണ്ടല്ലേ സാനിയോ, 8 മാസമായി ഈ കൂടരഞ്ഞി പഞ്ചായത്ത് തടയണ നീക്കാൻ എന്ത് നടപടിയെടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അതിനകത്ത് റീടെൻഡറിൻ്റെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. റീടെൻഡർ ക്ഷണിക്കാൻ ഈ 8 മാസങ്ങൾക്ക് മുമ്പേ തന്നെ കൂടരഞ്ഞിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഭരിക്കുന്നത് CPM-ൻ്റെ ഭരണസമിതിയുമാണ്. അപ്പോൾ തീർച്ചയായും PV അൻവറിന് ഈ തടയണയുടെ പൊളിക്കുന്നത് സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് ഈ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്ത് വെച്ച് താമസിപ്പിച്ചു. ഇപ്പോൾ ഒരു സമയമായപ്പോൾ എല്ലാം കൂടി PV അൻവറിന്റെ മണ്ടയ്ക്ക് കയറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ആ അർത്ഥത്തിൽ ഒരു പ്രതികാര നടപടി എന്ന നിലയിലായിരിക്കില്ലേ PV അൻവറിനെതിരെ ഇനി കാണുക? അതിൽ പഞ്ചായത്തിന് വീണ്ടും അവരുടെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങൾ ടെൻഡർ വിളിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ നാച്ചുറോ പാർക്കിലെ അനധികൃത തടയണ പൊളിക്കാൻ ടെൻഡർ വിളിച്ചിരുന്നുവെങ്കിലും ആരും ടെൻഡറിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്നൊരു വാദമാണ് ഇപ്പോൾ കൂടരഞ്ഞി പഞ്ചായത്ത് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ്, അതായത് ആരും ടെൻഡർ നടപടികളുമായി എത്താത്തതിൻ്റെ തുടർന്നാണ് ഇപ്പോൾ റീടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. അതായത് സ്വാഭാവികമായും പഞ്ചായത്തിൻ്റെ വിശദീകരണം അങ്ങനെയാണ്, ഞങ്ങൾ ടെൻഡർ വിളിച്ചിരുന്നു പക്ഷേ ആരും പങ്കെടുത്തില്ലല്ലോ, അതുകൊണ്ട് റീടെൻഡർ എന്നുള്ള നിലയ്ക്കാണ് പഞ്ചായത്തും അവിടെ സേഫ് ആവുകയാണ്. ഏതായാലും ഇപ്പോൾ ജൂലൈ 31-ന് ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടായെങ്കിലും അത് ഒരു മാസത്തിനകം പൊളിച്ചു നീക്കണമെന്നായിരുന്നു ജില്ലാ കളക്ടറുടെ ഉത്തരവ്. അത് ഈ വ്യക്തി തന്നെ, അതായത് ഉടമസ്ഥർ തന്നെ പൊളിച്ചു നീക്കണമെന്ന ഉത്തരവായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ അവിടെയും PV അൻവറോ അല്ലെങ്കിൽ പാർക്ക് അധികൃതരോ അത് പൊളിച്ചു നീക്കാൻ തയ്യാറായില്ല എന്നുള്ള കാര്യവും പ്രധാനമാണ്. ഏതായാലും അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് റീടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഒരു ഭാഗത്ത് സാനിയോ ഇന്നലെ PV അൻവർ പറഞ്ഞത് ഈ കക്കാടംപൊയിൽ റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയൊക്കെ പഠനം നടത്തിയതിന് ശേഷം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ഒപ്പ് കാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഈ കക്കാടംപൊയിലിൻ്റെ ഭാവി ഇരിക്കുന്നതെന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി സ്വാഭാവികമായും അതിലെന്ത് നടപടിയെടുക്കും എന്ന് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ എന്ന് PV അൻവർ പറയുമ്പോൾ മൊത്തത്തിൽ PV അൻവറിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പരിപാടിയായി പോയി എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുമുണ്ട്. പക്ഷേ PV അൻവർ അതിൽ കുലുങ്ങുന്നില്ല എന്നാണ്. മാത്രമല്ല, ഈ ജൂലൈ മാസം 31-ാം തീയതിക്ക് മുമ്പ് ഇത് പൊളിച്ചു മാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജൂലൈ കഴിഞ്ഞു,
കഴിഞ്ഞു, ഓഗസ്റ്റായി, ഇപ്പോൾ സെപ്റ്റംബർ മാസം 30-ാം തീയതിയുമായി. അപ്പോൾ ആ കളക്ടറുടെ ഉത്തരവുണ്ടായി 2 മാസത്തിന് ശേഷവും നടപടിയെടുക്കാതെ ഈ വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് തിടുക്കപ്പെട്ട റീടെൻഡറിന് പോകുമ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടാവും, അല്ലേ സാനിയോ? അതെ, ആ സംശയമാണ് വരുന്നത്. അതായത് സ്വാഭാവികമായും ആളുകളിൽ നിന്നുണ്ടാവുന്നതും അത്തരത്തിലുള്ള സംശയം തന്നെയാണ്. അതായത് സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ജില്ലാ കളക്ടർ അന്ന് ഉത്തരവ് കൊടുത്തിരുന്നത്. അതായത് ഈ പൊളിച്ചു മാറ്റേണ്ടത് ഈ പാർക്കിൻ്റെ അധികൃതർ തന്നെയാണ്. പൊളിച്ചു മാറ്റുന്നില്ല എങ്കിൽ പഞ്ചായത്ത് പൊളിച്ചു മാറ്റി അതിനുള്ള തുക പാർക്ക് അധികൃതരിൽ നിന്ന് ഈടാക്കണം എന്നും ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ആ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കറിയാവുന്നത്. ഏതായാലും ഇപ്പോൾ ഇത് പെട്ടെന്ന് വന്നത് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒക്കെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒക്കെ സാഹചര്യത്തിലാണ് എന്നാണ് ആളുകളും അതുപോലെ ഈ പ്രദേശവാസികളും ഈ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളുകളും പാർക്കുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ പറയുന്നത്. ഏതായാലും റീടെൻഡർ നടപടി എന്ന് പറയുമ്പോൾ അത് പറഞ്ഞ് കൈയൊഴിയുകയാണ് പഞ്ചായത്ത് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ ആദ്യമേ തന്നെ ഇടപെട്ടിട്ടുണ്ട്, ഞങ്ങൾ ടെൻഡർ ക്ഷണിച്ചതാണ്, പക്ഷേ ആരും വന്നില്ല എന്നുള്ളത് പറഞ്ഞ് കൈയൊഴിയുകയാണ് പഞ്ചായത്ത് ചെയ്യുന്നത്. അപ്പോഴും ജില്ലാ കളക്ടറുടെ ഉത്തരവ് അവിടെ പ്രധാനപ്പെട്ടതാണ്. 1 മാസത്തിനകം ഉടമസ്ഥൻ തന്നെ പൊളിച്ചു നീക്കിയില്ല എങ്കിൽ അത് പൊളിച്ചു നീക്കിക്കൊണ്ട് ആ തുക ഉടമസ്ഥനിൽ നിന്ന് ഈടാക്കണമെന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ നിർദ്ദേശം. ആ നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല. എന്ത് തന്നെയായാലും ഒരു ഇത്തരത്തിൽ അനധികൃതമായി പണിത ഒരു തടയണ എന്ത് രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പേരിലായാലും CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഇപ്പോൾ പൊളിച്ചു നീക്കാൻ തയ്യാറാകുന്നു എന്നതാണ് ഇതിലെ ഒരു തമാശ. ഓക്കെ, കൂടരഞ്ഞി പഞ്ചായത്ത് നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. PVNനെതിരെ ഒരിടത്ത് കേസെടുക്കുന്നു. ആ കേസ് കൊടുത്തത് തോമസ് പീലിയാനിക്കൽ എന്ന് പറയുന്ന ഫാദറാണ്. ആ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് കേസ് വരുന്നു. കക്കാടംപൊയിലെ തടയണ, അനധികൃതമായ തടയണ പൊളിച്ചു മാറ്റണം എന്ന ഹൈക്കോടതി ഉത്തരവ് 8 മാസങ്ങൾ വന്നിട്ടും ആ ഉത്തരവിന്മേൽ അടയിരുന്ന കൂടരഞ്ഞി പഞ്ചായത്ത് വളരെ പെട്ടെന്ന് റീടെൻഡറിനുള്ള നടപടികളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഈ വേഗത, എന്തൊരു സ്പീഡ് അല്ലേ!